Welcome to Blessing Today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. Hope you are doing well by the grace of God. ദൈവത്തിന്റെ കൃപയാൽ നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് And I believe something new the Lord is going to do in your life today. ഇന്ന് കർത്താവ് എന്തൊക്കെയോ പുതിയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോവുകയാണ് എന്ന് ഞാൻ So വിശ്വസിക്കുന്നു. invite your friends and your relatives and kids and kin to watch this video. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരെയും നിങ്ങളുടെ എല്ലാ ബന്ധുക്കളെയും നിങ്ങളുടെ എല്ലാ പരിചയക്കാരെയും ഈ പ്രോഗ്രാം കാണുവാനായിട്ട് പ്രത്യേകമായിട്ട് ക്ഷണിക്കുക. I really want to know your opinion, your comments about Blessing Today devotionals every day. അത് മാത്രമല്ല ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാം നിങ്ങളുടെ അടുക്കിലേക്ക് വരുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ യഥാർത്ഥ അഭിപ്രായങ്ങൾ അറിയാനായിട്ട് എനിക്ക് വലിയ താല്പര്യമാണ്. After the live program is over, you can go to the comment section and put whatever you want to there in that section. ഈ ലൈവ് പ്രോഗ്രാം തീർന്നു കഴിയുമ്പോൾ ഇതിന്റെ കമന്റ് സെക്ഷനിലേക്ക് ചെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. Every day this is broadcasted all over the world because of some precious sponsors who are coming every day. എല്ലാ ദിവസവും വളരെ പ്രധാനപ്പെട്ട പ്രിയപ്പെട്ടവരായിട്ടുള്ള സ്പോൺസേഴ്സ് ഈ പ്രോഗ്രാം നടത്തുവാനായിട്ട് സ്പോൺസർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And we are going to pray for today's sponsors now. ഇന്നത്തെ നമ്മുടെ സ്പോൺസർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഇന്നത്തെ നമ്മുടെ സ്പോൺസർ എറണാകുളത്ത് നിന്നൊരു വെൽവിഷനാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഇതുവരെ നൽകിയ എല്ലാ സംരക്ഷണത്തിനും സൗഖ്യത്തിനും എല്ലാ അനുഗ്രഹങ്ങൾക്കും കർത്താവെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അതുപോലെ വെൽവിഷന് കർത്താവ് പരിശുദ്ധാത്മാവും ദൈവവുമായുള്ള ആദ്യ സ്നേഹത്തിലേക്ക് താൻ തിരിച്ചു വരുവാനായിട്ട് അതിനുള്ള കൃപ കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഭർത്താവും മക്കളും യഥാർത്ഥ ദൈവത്തിലേക്ക് വരുവാനായിട്ട് വേണ്ടി കൂടെ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ. Thank you so much today's sponsor. ഇന്നത്തെ സ്പോൺസറിനോടുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. And right now we are going to worship the Lord, our Father, the Son, and the Holy Spirit together with Blessing Today praise and worship team. ഇനി തുടർന്ന് നാം കർത്താവിനെയും പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ബ്ലെസ്സിംഗ് ടുഡേ ടീമിനോടൊപ്പം ചേർന്ന് അവനെ ആരാധിക്കാൻ പോവുകയാണ്. മൃത്യുവിലും കൈവിടില്ല, അവനിഷ്ടം ചെയ്തു എന്നും ജീവിക്കും. തുമ്പം ദുഃഖങ്ങളാൽ
ആശ്വാസം നൽകുന്നു. എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാ. ശാരോനിൻ പനിനീർപുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. പ്രാർത്ഥനയോടെ 7 ദിനങ്ങൾ കാൽവറി ക്രൂശോളം നാഥനേറ്റ യാഗത്തെയും 3-ാം നാളിലെ ഉയർപ്പിനെയും ഓർക്കുന്ന ഈ പാഷൻ വീക്ക് ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു 7 days ഫാസ്റ്റിംഗ് പ്രയർ. അന്ത്യകാല ഉണർവിൽ ആർക്കും കൂച്ചുവിലങ്ങിടുവാൻ കഴിയാതെ, പരിശുദ്ധാത്മാവിനെ ബന്ധിക്കുവാൻ കഴിയാതെ, അപ്പാർട്ട്മെന്റുകളിൽ, ഹോസ്റ്റലുകളിൽ, കൂട്ടങ്ങളിൽ, കൂട്ടായ്മകളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നിന്നുപോയി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇതാ ഞാൻ ജീവിച്ചിരിക്കുന്നു, എന്റെ പ്രവർത്തനം ഞാൻ നിർത്തിവെച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന ദിവസങ്ങളാണ്. മാർച്ച് 29 മുതൽ ഏപ്രിൽ 4 വരെ അഭിഷേക നിറവിൻ്റെ ഈ ദിനങ്ങളിൽ അനുഗ്രഹീത ദേവദാസന്മാരായ പാസ്റ്റർ ഫിന്നി സ്റ്റീഫൻ, പാസ്റ്റർ തോമസ് എബ്രഹാം, പാസ്റ്റർ ജോഷി TJ, പാസ്റ്റർ സാം ടി വർഗീസ്, പാസ്റ്റർ അനീഷ് മനോ സ്റ്റീഫൻ, പാസ്റ്റർ ചാണ്ടി വർഗീസും ആരാധനയെ നയിപ്പാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ, ബ്രദർ ബ്ലസൻ മേമന എന്നിവരും ചേരുന്നു. ഈ പ്രാർത്ഥനയുടെ തത്സമയ സംരക്ഷണം എല്ലാ ദിവസവും രാത്രി 7 മുതൽ ബ്ലെസ്സിംഗ് ടുഡേ യൂട്യൂബ്, ഫേസ്ബുക്ക് ചാനലുകളിൽ ലഭ്യമാണ്. പ്രാപിക്കാം പ്രാർത്ഥനയോടെ വിടുതലും ദൈവിക അനുഗ്രഹങ്ങളും. ബ്ലെസ്സിംഗ് ടുഡേ 7 day fasting prayer. All right, yesterday we saw the value of fatherhood. ഇന്നലെ നമ്മൾ കണ്ടത് പിതൃത്വത്തിന്റെ മൂല്യത്തെക്കുറിച്ചാണ്. The fatherhood is so precious. പിതൃത്വം എന്ന് പറയുന്ന വളരെ വിലയേറിയ ഒന്നാണ്. Fatherhood is the foundation of a family. അത് മാത്രമല്ല പിതൃത്വമാണ് ഒരു കുടുംബത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. And whatever decisions a father is taking today will affect all the future generations. ഇന്ന് ഒരു പിതാവ് എടുക്കുന്ന തീരുമാനം എന്തൊക്കെയാണ് അതെല്ലാം വരുവാനുള്ള തലമുറയെ ബാധിക്കുന്ന തീരുമാനങ്ങളായിരിക്കും. And a perfect model for fatherhood is shown by the Heavenly Father. അത് മാത്രമല്ല ഒരു യഥാർത്ഥ പിതൃത്വത്തിന്റെ ഒരു മാതൃക വെളിപ്പെടുത്തിയിരിക്കുന്നത് സ്വർഗീയ പിതാവാണ്. The Heavenly Father is perfect. സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനാണ്. All of the fathers are imperfect. ബാക്കി ഈ ഭൂമിയിലുള്ള സകല പിതാക്കന്മാരും അപൂർണരാണ്. And all of the fathers are instructed to grow into the perfection of the Heavenly Father. എല്ലാ പിതാക്കന്മാരും സ്വർഗീയ പിതാവിന്റെ സൽഗുണ പൂർണ്ണതയിലേക്ക് വളർത്തപ്പെടുവാനായിട്ട് അവർ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുകയാണ്. Today I am mainly going to focus on the functionality of fathers. എന്നാൽ ഇന്ന് ഞാൻ പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പിതാക്കന്മാരുടെ വിവിധ ധർമ്മങ്ങൾ എന്നതിലേക്കാണ്. The Bible in the Old Testament and in the New Testament in different parts of the scriptures very clearly instructs the fathers to perform the duties as a father in the right way. പുതിയ നിയമത്തിലാകട്ടെ പഴയ നിയമത്തിലാകട്ടെ അതുപോലെ വചനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒരു പിതാവ് യഥാർത്ഥ രീതിയിൽ തൻ്റെ പ്രവർത്തനങ്ങൾ തൻ്റെ ധർമ്മങ്ങൾ പൂർത്തിയാക്കണം എന്നുള്ളത് ബൈബിൾ വ്യക്തമായി നിഷ്കർഷിച്ചിട്ടുണ്ട്. We are going to read Ephesians 6:4 once again. Yesterday we read it, but we are going to have another look on that verse. ഇന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വചനം നാം വായിക്കാൻ പോവുകയാണ്. ഇന്നലെ നമ്മളത് വായിച്ചുവെങ്കിലും ഇന്ന് അതിൻ്റെ മറ്റൊരു വീക്ഷണത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. Fathers, do not exasperate your children. Instead, bring them up in the training and instruction of the Lord. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ.
So, number one instruction, never exasperate or provoke your children. ഒന്നാമത് അവിടെ നൽകിയിരിക്കുന്ന നിർദ്ദേശം മക്കളെ കോപിപ്പിക്കരുത് എന്നുള്ളതാണ്. Because all over the world, many fathers are provoking their children. ലോകമെമ്പാടും നാം നോക്കിയാൽ ഒത്തിരി പിതാക്കന്മാർ മക്കളെ പ്രകോപിപ്പിക്കുന്നവരാണ്. They just irritate them. അവർ മക്കളെ എന്താ പറയാ, ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്നു, പ്രകോപിപ്പിക്കുന്നു. Through unnecessary maybe strictness and unnecessary rules and regulations in the family. അനാവശ്യമായിട്ടുള്ള ചില നിയമങ്ങളും കർക്കശമായിട്ടുള്ള ചില നിലപാടുകളും നിമിത്തം ഇവർ മക്കളെ പ്രകോപിപ്പിക്കുന്നു. There should be set rules in a family. ഭവനത്തിനകത്ത് ചില നിയമങ്ങൾ അനിവാര്യമാണ്. Without rules and regulations, without some guidelines, the children may grow weird and wild. ശരിക്കും പറഞ്ഞാൽ ഭവനത്തിനകത്ത് ശരിയായ ശിക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളും നിയമസംഹിതകളും ഒന്നും ഇല്ല എങ്കിൽ കുഞ്ഞുങ്ങൾ എന്താ പറയുക, കാടന്മാരായിട്ട് ജീവിക്കും. But these rules and regulations should not come from the ego of the father. എന്നാൽ ഇത്തരത്തിൽ പ്രകോപിപ്പിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ നിയമങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഈഗോയിൽ നിന്നാണ് അത് പുറത്തു വരുന്നത്. Now, Paul says, bring them up in the training and instruction of the Lord. എന്നാൽ പൗലോസ് പറയുന്നത് അങ്ങനെ കോപിപ്പിക്കാതെ പകരം കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുക. In one word, I can tell you that this is disciplining. ഇതിന് പറയാൻ സാധിക്കുന്ന ഒരു നല്ല വാക്ക് ശിക്ഷണം എന്നുള്ളതാണ്. So every father should discipline his children. എല്ലാ പിതാക്കന്മാരും തങ്ങളുടെ മക്കളെ ശിക്ഷണം നടത്തണം. Always all fathers have love for them, compassion for them. എല്ലാ പിതാക്കന്മാർക്കും മക്കളോട് സ്നേഹമുണ്ട്, മനസ്സലിവുണ്ട്. But at the same time they have to show a face of disciplining the children. അപ്പോൾ തന്നെ എല്ലാ പിതാക്കന്മാർക്കും ശിക്ഷണത്തിന്റെ ഒരു മുഖം കൂടെ ഉണ്ടായിരിക്കണം. School teachers cannot discipline a child. ഒരു സ്കൂൾ അധ്യാപകനോ അധ്യാപികയ്ക്കോ ഒരിക്കലും കുട്ടികളെ ശിക്ഷണം നടത്താൻ സാധ്യമല്ല. And another blunder we all believe is that the Sunday school teacher will instruct the child in the instruction of the scriptures. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഉള്ള ഏറ്റവും വലിയ മടയത്തരമായിട്ടുള്ള ഒരു ചിന്താഗതി എന്ന് പറയുന്നത് സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന് കുഞ്ഞുങ്ങളെ പത്യോപദേശത്തിൽ വളർത്താൻ സാധിക്കുമെന്നുള്ളതാണ്. The Sunday school teachers of course will teach them the word and give many instructions, but it is the primary duty of a father to discipline his children. ശരിക്കും സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന് ബൈബിൾ വചന അടിസ്ഥാനത്തിലുള്ള പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും ഒക്കെ സാധിക്കുമെങ്കിലും ഒരു ഭവനത്തിൽ ഒരു കുഞ്ഞിന് യഥാർത്ഥ ശിക്ഷണം ലഭിക്കേണ്ടത് പിതാവിന്റെ കയ്യിൽ നിന്നായിരിക്കണം. See, boys and girls, children of both sexes, they until they reach the age of 7 or 7 to 10, they are usually influenced by the mother. They are so attached to the mother. ആൺകുട്ടികളും പെൺകുട്ടികളും ഏതാണ്ട് അവരുടെ 7 വയസ്സ് അല്ലെങ്കിൽ 7 മുതൽ 10 വയസ്സ് വരെയുള്ള ആ കാലഘട്ടങ്ങളിൽ അവർ കൂടുതലായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അവരുടെ അമ്മമാരോടുമായിട്ടാണ്. But after that age, if the disciplining and instruction and care of the father is not coming upon the child, they will go wild. എന്നാൽ അതിനുശേഷം ഒരു പിതാവിൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒരു കുഞ്ഞിന് ലഭിക്കുന്നില്ല എങ്കിൽ അവർ കൈവിട്ടു പോകും. Whether it is a boy or a girl, both of them need the care, the protection, the defense, and all kinds of meticulous care from the father. ഓർക്കുക, എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു പിതാവിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഉപദേശങ്ങൾ, അവരുടെ ആശ്വാസം, അവൻ്റെ കരുതലുകൾ, അതുപോലെ തന്നെ വളരെ തുടർമാനമായി ലഭിക്കുന്ന പല കാര്യങ്ങളും ഒരു പിതാവിൽ നിന്ന് അവർക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. Every girl after the age of 14, if she is getting companionship and friendship and guidance of the father, that will be a great power into their future. ഓരോ പെൺകുട്ടികളും
അവളുടെ 14-ാമത്തെ വയസ്സിന് ശേഷം തങ്ങളുടെ പിതാക്കന്മാരുമായിട്ട് വ്യക്തമായിട്ടുള്ള നല്ല ബന്ധം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത് അവർക്ക് നല്ല ശോഭനമേറിയ ഒരു ഭാവിയെ സമ്മാനിക്കും. If the father is walking with them, talking with them, and read with them, discuss their problems, their studies, their dreams, their amusements, and everything in a very good relationship that will help them go into their future. ഓർക്കുക, ഒരു പിതാവ് തൻ്റെ മക്കളോടുകൂടെ നടക്കുന്നു, തൻ്റെ മക്കളോടുകൂടെ സമയം ചിലവഴിക്കുന്നു, തൻ്റെ മക്കളോടൊപ്പം വായിക്കുന്നു, തൻ്റെ മക്കളോടൊപ്പം അനുഭവങ്ങൾ പങ്കുവെക്കുന്നു, അവരുടെ സ്വപ്നങ്ങൾ തിരിച്ചറിയുന്നു. ഇത്തരത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ പിതാവ് അവരെ ഒരു നല്ല ഭാവിയിലേക്കാണ് വഴി നടത്തുന്നത്. Many fathers say, I'm giving them food, I'm giving them clothes, I'm giving them shoes, I'm giving them instrument box, I'm giving them school fee. What else should I give? ഒത്തിരി പിതാക്കന്മാരും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ അവർക്ക് ഷൂസ് വാങ്ങിക്കൊടുക്കുന്നുണ്ട്, ഉടുപ്പ് വാങ്ങിക്കൊടുക്കുന്നുണ്ട്, അവരുടെ ഫീ അടയ്ക്കുന്നുണ്ട്, അവർക്ക് ഭക്ഷണത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവരുടെ എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, പിന്നെ ഇതിനേക്കാൾ അധികം ഞാൻ എന്താണ് ചെയ്തു കൊടുക്കേണ്ടത്? Even others can give food. മറ്റുള്ളവരും ഇതുപോലെ Charitable organization can give them food. ഓർക്കുക, ചാരിറ്റബിൾ അല്ലെങ്കിൽ ധർമ്മസ്ഥാപനങ്ങളും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. Some well-wishers can give them clothes. അഭ്യുദയകാംക്ഷികളായിട്ടുള്ള ആളുകൾ അത്തരത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് വസ്ത്രം കൊടുക്കുന്നുണ്ട്. Their uncles can give them money. അതുപോലെ അങ്കിളുമാർക്ക് അവർ പണം കൊടുക്കുന്നുണ്ട്. But one thing none of these people can give is the presence, the relationship, the closeness of a father. എന്നാൽ മറ്റാർക്കും നൽകുവാൻ സാധിക്കാത്ത, മക്കൾക്ക് കൊടുക്കുവാൻ സാധിക്കാത്ത ഒന്നാണ് ഒരു പിതാവിൻ്റെ സ്നേഹം, ഒരു പിതാവിൻ്റെ സാമീപ്യം, ഒരു പിതാവിൻ്റെ കരുതൽ എന്ന് പറയുന്നത്. So as a father, number one, you have to be the provider, of course. അതുകൊണ്ട് ഒരു പിതാവെന്ന നിലയിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ കരുതുന്ന ഒരു വ്യക്തിയായിരിക്കണം. That means you have to give them food. That is your duty. അതിന്റെ അർത്ഥം നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നവരായിരിക്കണം, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. You have to provide them with money. അവർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. And you have to give them your friendship. നിങ്ങളുടെ സഖിത്വം നിങ്ങൾ അവരുമായിട്ട് ഉണ്ടാക്കണം. I'm asking all the fathers a question. How is your relationship with your son, with your daughter? ഇന്ന് എല്ലാ പിതാക്കന്മാരോടും ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ മകനുമായിട്ട്, നിങ്ങളുടെ മകളുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെയുണ്ട്? I have a humble request to you. If that relationship is not correct, today itself, before the sun sets today, go to children, make things correct. നിങ്ങളുടെ ഇത്തരത്തിലുള്ള ബന്ധം ഊഷ്മളമല്ല എങ്കിൽ ഇന്ന് എനിക്ക് നിങ്ങളോട് ഒരു വളരെ താഴ്മയോടുകൂടിയുള്ള ഒരു ഉപദേശം പറയുവാനുണ്ട്. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നമേ തന്നെ നിങ്ങളുടെ മക്കളുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തെ ക്രമീകരിക്കുക. Think about that. അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാമോ? You need to be the provider. നിങ്ങളെല്ലാം നൽകുന്നവനായിരിക്കണം. Because you are the source of everything for your children. കാരണം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്രോതസ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. You should have the giving spirit. നിങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. That's how you show the nature of the heavenly Father to your children. അത്തരത്തിലാണ് സ്വർഗീയ പിതാവിന്റെ സ്വഭാവം നിങ്ങളുടെ മക്കളിലേക്ക് നിങ്ങൾക്ക് പകരാൻ സാധിക്കും. If you're so stingy a person, close-fisted person, the children will have a picture about the heavenly Father, that the heavenly Father is also a stingy person. നിങ്ങൾ വളരെ പിശുക്കനായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അത്തരത്തിലാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾ ഇടപെടുന്നതെങ്കിൽ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ സ്വർഗീയ പിതാവിനെ കുറിച്ച് ലഭിക്കുന്ന ചിത്രവും ഇത്തരത്തിൽ പിശുക്കനായിട്ടുള്ള ഒരു സ്വർഗീയ പിതാവ് എന്ന ചിത്രമായിരിക്കും. So you have to exhibit your generous heart to your children. അതുകൊണ്ട് ഔദാര്യ മനസ്സിനെ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ മുൻപാകെ വെളിപ്പെടുത്തണം. I'm not saying that you have to give them unnecessary things and in a lavish way so that they will not understand the value of everything. അതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനാവശ്യമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുത്ത് പണത്തിന് മൂല്യമില്ലാതെ ആക്കരുത് എന്ന് ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. But when they should be able to look to you for provisions. പകരം അവരുടെ കരുതലിന് വേണ്ടിയിട്ട് അവർക്ക് നിങ്ങളെ നോക്കുവാനായിട്ട് സാധിക്കണം. Number 2, you need to be the protector. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ അവരുടെ സംരക്ഷകനായിരിക്കണം. That means you are the covering over
the children, your family. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ മുഴു കുടുംബത്തിൻ്റെ മേൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കളുടെ മേലുള്ള ഒരു ആവരണമായിട്ട്, പുതപ്പായിട്ട് നിങ്ങൾ മാറണം. In the very presence of yours in the family will give the family a security feeling. ഓർക്കുക, നിങ്ങളുടെ സാന്നിധ്യം തന്നെ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരു വലിയ സംരക്ഷണ ബോധ്യം ഉളവാക്കിയെടുക്കണം. Many fathers are absent in the family. പല പിതാക്കന്മാരും തങ്ങളുടെ കുടുംബത്തിൽ ഇല്ല, They are away. പുറത്താണവർ. Their heart is away. അവരുടെ ഹൃദയത്തിൽ അവരകന്നിരിക്കുന്നു. Sometimes they are separated from the family and they are physically away. ചില സമയങ്ങളിൽ അവർ കുടുംബത്തിൽ നിന്ന് അകന്നു മാറി ഭൗതികമായി തന്നെ അവർ മാറി നിൽക്കുകയാണ്. If a father is deliberately moving away from the family, I believe it is a criminal offense. ഓർക്കുക, ഒരു പിതാവ് തൻ്റെ കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അത് വളരെ വലിയ ഒരു കുറ്റകൃത്യം തന്നെയാണ്. We have to arrest him and put in jail. അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണം എന്നാ പറയുന്നത്. Number 3, you are the promoter of the family. മൂന്നാമത്തെ കാര്യം, അദ്ദേഹം തൻ്റെ കുടുംബത്തെ ഉയർത്തുന്നവനായിരിക്കണം. See, the pattern of the Heavenly Father, the Heavenly Father announced to the whole world, this is my beloved son. He was promoting his son. നമുക്ക് സ്വർഗീയ പിതാവിൻ്റെ ഒരു പ്രവർത്തന രീതി നമുക്ക് നോക്കാം. യേശു കർത്താവിനെ കുറിച്ച് പറയുന്ന, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ ഉയർത്തുന്നതായിട്ട് നമുക്ക് So കാണാം. as fathers, we have to promote our children. ഓർക്കുക, പിതാക്കന്മാരെന്ന നിലയിൽ നമ്മുടെ മക്കളെ നമ്മൾ ഉയർത്തണം. Never put them down. ഒരിക്കലും അവരെ താഴ്ത്തിക്കെട്ടരുത്, താഴ്ത്തിക്കളയരുത്. Promote them, exalt them and encourage them. അവരെ പ്രൊമോട്ട് ചെയ്യുക, അവരെ ഉയർത്തിയെടുക്കുക, Speak good about them. അവരെ കുറിച്ച് നല്ല കാര്യങ്ങൾ സംസാരിക്കുക. Brag about your children. Boast about your children. നിങ്ങളുടെ മക്കളെ ഓർത്തിട്ട് വമ്പ് പറയുക, അവരെ കുറിച്ച് വലിയ കാര്യങ്ങൾ പറയുക. Number 4, you are the priest of the family. നാലാമത്തെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ പുരോഹിതനാണ്. That means you are the spiritual head of the family. അതിന്റെ അർത്ഥം നിങ്ങളുടെ ഭവനത്തിന്റെ ആത്മീക തലവൻ നിങ്ങളാണ്. Every father should be a praying man. എല്ലാ പിതാക്കന്മാരും ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരിക്കും. Every earthly father should be continually and continuously conversing with the Heavenly Father. ഓരോ ഭൂമിയിലെ പിതാക്കന്മാരും എല്ലായ്പ്പോഴും നിരന്തരമായി സ്വർഗീയ പിതാവുമായിട്ട് ബന്ധമുള്ള വ്യക്തിയായിരിക്കണം. Because through you, God wants to pour all the spiritual blessings and earthly blessings into the family. ഓർക്കുക, കാരണം എന്തെന്ന് ചോദിച്ചാൽ നിങ്ങളിലൂടെയാണ് സകല അനുഗ്രഹങ്ങളും ഈ ഭൂമിയിലുള്ള കുടുംബത്തിലേക്ക് പകരുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. Number 5, you are the prophet of the family. അഞ്ചാമത്തെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിന്റെ പ്രവാചകനാണ്. Meaning, brother, I don't have the gift of prophecy. I am not the prophet of the family. ചിലപ്പോൾ പറയും, ബ്രദറെ എനിക്ക് അങ്ങനെ പ്രവചന വരവൊന്നുമില്ല, ഞാൻ പ്രവാചകനുമല്ല, ഞാൻ എൻ്റെ കുടുംബത്തിന്റെ I am പ്രവാചകനുമല്ല. not talking about the gift of prophecy. ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് കൃപാവരമായിരിക്കുന്ന പ്രവചനത്തെ കുറിച്ചല്ല, I am not talking about the office of a prophet. അല്ലെങ്കിൽ പ്രവചന വരം അതിനെക്കുറിച്ചുമല്ല ഞാൻ സംസാരിക്കുന്നത്. Sometimes when you speak out after prayer, that will be a prophecy about the family, about the children's future. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ശേഷമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ നോക്കി പറയുമ്പോൾ, കുഞ്ഞുങ്ങളെ നോക്കി പറയുമ്പോൾ, ഭവനത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതൊരു പ്രവചനമായിട്ട് As a മാറുകയാണ്. father, you have authority. ഒരു പിതാവെന്ന നിലയിൽ നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങൾക്ക് അധികാരം. And when you speak in that authority, that becomes a prophecy into the future of the child. ഓർക്കുക, നിങ്ങൾ ഈ ഒരു അധികാരം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ നോക്കി, നിങ്ങളുടെ മക്കളെ നോക്കി നിങ്ങൾ പ്രവചിക്കുകയാണ് ചെയ്യുന്നത്. Remember, a father's voice has power. ഓർക്കുക, ഒരു പിതാവിന്റെ ശബ്ദത്തിന് ശക്തിയുണ്ട്. Remember, a father's words have power. ഓർക്കുക, പിതാവിന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. You may remember Jacob was about to die and he called all the 12 children around his court, around his bed, and he started speaking into their future. നിങ്ങൾക്കറിയാമല്ലോ, യാക്കോബ് അദ്ദേഹം വയസ്സ് ചെന്ന് മരിക്കാറായി കിടന്ന സമയത്ത് തൻ്റെ 12 മക്കളെയും താൻ ചുറ്റുവട്ടത്തും വിളിച്ചു നിർത്തിയതിനു ശേഷം താൻ അവരെ നോക്കി ചില കാര്യങ്ങൾ പ്രഖ്യാപിച്ചു. A father is also a pioneer. ഒരു പിതാവ് എന്നുള്ളത് ആദ്യമായി ചില കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. Because in that family, a father is beginning a new system.
ആ കുടുംബത്തിൽ പിതാവാണ് ഒരു പുതിയ രീതി തുടങ്ങി വെച്ചിരിക്കുന്നത്. And he is the one who is bringing a new order in the family. അതുമാത്രമല്ല ഒരു ഭവനത്തിനകത്ത് വേണ്ട ആ ഒരു ക്രമത്തെ കൊണ്ടുവരുന്നത് പിതാവാണ്. And he cuts the woods, he cuts the forests, and he is paving a way for the entire family to tread upon. ഓർക്കുക, അദ്ദേഹമാണ് കാട് വെട്ടിത്തെളിച്ച് ഒരു കുടുംബത്തെ മുഴുവനും സുഗമമായി യാത്ര ചെയ്യാനുള്ള വഴിയൊരുക്കി കൊടുക്കുന്നവൻ. Can I conclude this with a story? ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ സന്ദേശം അവസാനിപ്പിക്കട്ടെ. This is a real story that happened in 1988 in Armenia. 1988 അർമേനിയയിൽ സംഭവിച്ച ഒരു യഥാർത്ഥ സംഭവമാണിത്. As usual, one morning a father and mother sent off his son to school. പതിവ് പോലെ ഒരു അമ്മയും അപ്പനും തങ്ങളുടെ മകനെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നു. And as usual, they got into their own work, the parents. അവര് പതിവ് പോലെ തന്നെ മാതാപിതാക്കൾ ജോലിക്കുമായിട്ട്. And there was an announcement in the radio. പെട്ടെന്ന് റേഡിയോയിൽ ഒരു അനൗൺസ്മെന്റ് കേട്ടു. There was an earthquake. ഒരു ഭൂകമ്പം ഉണ്ടായിരിക്കുന്നു. And exactly that happened where the school was situated. അവിടെ സ്കൂൾ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്താണ് ആ ഒരു ഭൂകമ്പം സംഭവിച്ചിരിക്കുന്നത്. And the father rushed to the spot. ഇപ്പോൾ പിതാവ് ആ ഒരു സംഭവ സ്ഥലത്തേക്ക് ഓടിച്ചെന്നു. And when he reached there, the whole school building was only a debris. താൻ അവിടെ എത്തിച്ചേർന്നപ്പോൾ ആ മുഴുവൻ സ്കൂളും ഏതാണ്ട് മണ്ണിനടിയിലായിരുന്നു. And a lot of parents had gathered there. ഒത്തിരി മാതാപിതാക്കൾ അവിടെ എത്തിച്ചേർന്നു. And all of them were crying. എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. But this father, he got into work. എന്നാൽ ഈ പിതാവ് താൻ പ്രവർത്തിക്കാൻ തുടങ്ങി. Somehow he located where the classroom of his son situated. തൻ്റെ മകൻ പഠിച്ച ക്ലാസ് റൂം എവിടെയാണ് എന്ന് പറയുന്ന സ്ഥാനം തനിക്ക് എങ്ങനെയോ കണ്ടെത്താൻ സാധിച്ചു. It was a pile of rubbles and debris and beams and steel structures and everything. ഇപ്പോൾ ആ സ്ഥലത്ത് അതിൻ്റെ മുകളിൽ മുഴുവൻ കല്ലുകളും കട്ടകളും കോൺക്രീറ്റ് കഷ്ണങ്ങളും കൊണ്ടൊക്കെ മൂടിയിരിക്കുകയാണ്. And he started removing stone by stone. ഇപ്പോൾ താൻ ഓരോ കല്ലും കട്ടയും താൻ എടുത്ത് മാറ്റുവാൻ ആരംഭിച്ചു. But the workers, the volunteers and all other parents discouraged him. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന സന്നദ്ധ സേവാ പ്രവർത്തകരും അതുപോലെ പ്രവർത്തിക്കുന്ന ആളുകളും പാരന്റ്സും എല്ലാം തന്നെ നിരുത്സാഹപ്പെടുത്തി. Why? Because they said, if you do like that, even the remaining structure will collapse. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ ഇതുപോലെ ചെയ്തുകൊണ്ടിരുന്നാൽ ഇപ്പോൾ ബാക്കി അവശേഷിച്ചിരിക്കുന്ന ആ കെട്ടിടം പോലും തകർന്ന് താഴേക്ക് വീഴും. And the things will get worse. ഇപ്പോൾ ഉള്ള കാര്യങ്ങളെക്കാൾ ഭയാനകമായി കാര്യങ്ങൾ മാറും. And after some hours, the sun was about to set, and all of them, one by one, the parents went back. All of them were crying, but in utter hopelessness, they went back. എന്നാൽ അവിടെ ഒരേ മണിക്കൂറുകൾക്ക് ശേഷമായിട്ട് സകല ആളുകളും മാതാപിതാക്കൾ ഉൾപ്പെടെ കരഞ്ഞുകൊണ്ട് അവരെല്ലാവരും മടങ്ങിപ്പോയി. But this one father would not go back. എന്നാൽ ഈ ഒറ്റ പിതാവ് മാത്രം മടങ്ങിപ്പോയില്ല. Alone, without anybody's help, he was clearing the way. ആരുടെയും സഹായമില്ലാതെ തന്നെ അദ്ദേഹം ഇപ്പോൾ അവിടെ ആ മണ്ണ് And he was മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. working right into the night. ഇപ്പോൾ രാത്രിയിലും താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. Nobody to help. ആരും തന്നെ സഹായിപ്പാനില്ല. Finally, he heard the sound of his son. എന്നാൽ ഒടുവിൽ തന്റെ മകന്റെ ശബ്ദം താൻ കേട്ടു. And the son also cried out, "Daddy, thank you for coming." ഇപ്പോൾ മകൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഡാഡി ഞങ്ങളെ കടന്നു വന്ന് രക്ഷിച്ചതിന് നന്ദി. As he had cleared the beams and other poles and everything, he saw his son. ആ ബീമുകളും കല്ലുകളും കട്ടകളും മാറ്റി നോക്കിയപ്പോൾ തന്റെ മകനെ താൻ അവിടെ കണ്ടു. He could easily take his son out. തനിക്ക് തന്റെ മകനെ വളരെ പെട്ടെന്ന് തന്നെ പുറത്തെത്തിക്കാൻ കഴിയുമായിരുന്നു. But the son said, "Not me first." എന്നാൽ ഈ മകൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഡാഡി ആദ്യം എന്നെയല്ല. There are 14 other classmates here. മറ്റ് 14 എന്റെ സഹപാഠികൾ കൂടി ഇവിടെയുണ്ട്. I know very well that you would come and rescue me. എനിക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു, ഡാഡി വന്ന് എന്നെ രക്ഷിക്കുമെന്നുള്ള കാര്യം. Because in the morning you had told me that whatever happens in your life, I will be there with you. കാരണം ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞില്ലേ, എന്തൊക്കെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചാലും അവിടെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകുമെന്ന്. So this father rescued the 14 other children. അങ്ങനെ ഈ പിതാവ് ആദ്യം മറ്റ് 14 തന്റെ മകന്റെ സഹപാഠികളെ താൻ രക്ഷിച്ചു. And then his own child. അതിനുശേഷം തന്റെ മകനെയും താൻ രക്ഷിച്ചു. One father, because of his unchanging love for his son,
caused the rescue of 14 other children. ഓർക്കുക, തൻ്റെ മകനോടുള്ള ഒരു പിതാവിൻ്റെ അചഞ്ചലമായ സ്നേഹനിമിത്തമായിട്ട് മറ്റ് 14 കുഞ്ഞുങ്ങളുടെയും ജീവൻ രക്ഷപ്പെടുവാൻ സാധിച്ചു. This father's love was coming from the heavenly Father. ഓർക്കുക, ഈ പിതാവിന്റെ സ്നേഹം വന്നിട്ടുള്ള എവിടെ നിന്നാണ്? സ്വർഗീയ പിതാവിൽ നിന്നാണ്. That is a great example for all of us. നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു വലിയ മാതൃകയാണത്. Father, we thank you for showing your love for us. കർത്താവേ, അങ്ങയുടെ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. Amen. 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 Before I pray for you, I just want to announce a good news to you. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുന്നമേ ഒരു പ്രത്യേക വാർത്ത നിങ്ങളോട് As പറയാം. this is the Passion Week, we are having a 7-day fast. ഇത് പാഷൻ വീക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. This evening at 7 o'clock, we will be live once again. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നമുക്ക് വീണ്ടും ലൈവ് പ്രോഗ്രാം ഉണ്ടായിരിക്കും. And I invite all of you to join. നിങ്ങൾ എല്ലാവരും ഇതിൽ പങ്കെടുക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. Let's pray right now. നമുക്ക് ഒരുമിച്ച് ചെയ്ത് Heavenly പ്രാർത്ഥിക്കാം. Father, I pray that you may heal the sick people right now. സ്വർഗീയ പിതാവേ, അങ്ങ് ഈ രോഗികളെ സൗഖ്യമാക്കണമേ എന്ന് If you're പ്രാർത്ഥിക്കുന്നു. sick in your body, just place your hand on that part of your body. നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും രോഗമുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഇപ്പോൾ കൈകൾ എടുത്തു In വെച്ചാലും Jesus' name, let people be healed right now. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇവർ ഇപ്പോൾ The സൗഖ്യമാകട്ടെ. back pain be healed in Jesus' name. എല്ലാ നടുവേദനകളും ഇപ്പോൾ Cancer സൗഖ്യമാകട്ടെ. be healed in Jesus' name. ക്യാൻസർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. COVID-19 be healed in Jesus' name. COVID-19 ഇപ്പോൾ സൗഖ്യമാകട്ടെ. You can receive any breakthrough or any deliverance right now. ഇപ്പോൾ ഏത് വിടുതലുകളും ഏത് അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ പ്രാപിച്ചിട്ടുണ്ട്. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. Amen. And if you love this program, you can sponsor this program. നിങ്ങൾ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്കിത് സ്പോൺസർ ചെയ്യാൻ The സാധിക്കും. details are shown on the screen, or you can call up the prayer line, or you can just check our website. നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ പ്രെയർ ലൈൻ നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് നിങ്ങൾക്കിത് കണ്ടെത്താൻ സാധിക്കും. God bless you all. See you tomorrow. Bye-bye. കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. ലോകരെല്ലാം കൈവിടിഞ്ഞാലും ശോകഭാരം ഏറിയാലും യേശു രക്ഷകരൻ താങ്ങും കരവുമാ അവനെന്നെ മറക്കുകയില്ല. മൃത്യു